മോഹൻലാലും പിണറായി വിജയനും ചേർന്ന് ഇരുവർ മിണ്ടിയും പറഞ്ഞും എന്നുള്ള ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ചാനലുകളിലടക്കം ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതേക്കുറിച്ച് തോന്നുന്നത്? അത് ഇതിൻ്റെ അകത്ത് ഇത് മൂന്നാമത്തെ ഇരുവർ ആണ് മോഹൻലാലിൻ്റെ. ഒന്നാമത്തെ ഇരുവർ മണിരത്നത്തിൻ്റെ നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. രണ്ടാമത്തെ ഇരുവർ നല്ല പെർഫോമൻസ് ആയിരുന്നു മോഹൻലാലിൻ്റെ, അത് ഉമ്മൻചാണ്ടിയുടെ കൂടെ. മൂന്നാമത്തതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ. നല്ല പെർഫോമൻസ് ആണെന്നും അല്ല എന്നും രണ്ടഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നു പല ആളുകൾക്കും. പൊതുവെ സ്ത്രീകൾക്ക് 40 വയസ്സിൻ്റെ മുകളിലുള്ള സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതായിട്ട് ഒരു നടൻ എന്നോട് പറയുണ്ടായി. അതിൻ്റെ കണക്ക് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, അങ്ങനെ പറയുണ്ടായി. പക്ഷേ ഞാൻ നോക്കുന്ന അതിൻ്റെ പൊളിറ്റിക്സാണ്. ഇത് മോഹൻലാലിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ പ്രധാനമാണ്. കാരണം അവർക്ക് ഒരു റെസിഡൻറ്റ് ആക്ടർ അവർക്കുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക്. കൈരളിയുടെ ചെയർമാനായിട്ടുള്ള മമ്മൂട്ടി ഉണ്ട്. മമ്മൂട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത് വന്ന് ഒരു ലേണഡ് ആക്ടറാണല്ലോ ഇദ്ദേഹം. ഈ സ്വാഭാവികമായിട്ട് മറ്റേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നാച്ചുറൽ ആണ് അദ്ദേഹത്തിന്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടേ വരുള്ളൂ. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയപ്പോൾ പലതും ചോദ്യമൊക്കെ നേരത്തെ തന്നെ ചർച്ച ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം അങ്ങനെ കുറച്ച് പണിപ്പെട്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് തോന്നിയത് കണ്ടപ്പോൾ. അല്ലാതെ ഈ 1 മണിക്കൂറേ ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. ഈ മമ്മൂട്ടിയെ എടുക്കാത്തതിൻ്റെ തന്നെ കാരണം മമ്മൂട്ടിയുടെ തന്നെ ചില അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. മമ്മൂട്ടി മലയാളത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെ എടുത്തു നോക്കുക. മുസ്ലിം കഥാപാത്രങ്ങൾ വളരെ കുറവായിരിക്കും. മൊത്തം ഈ അമ്പലവാസി കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും. രാഘവൻ നായർ വാത്സല്യത്തിലെ വല്യേട്ടൻ ഇല്ലേ, പിന്നെ മാരാര്, പല്ലാവൂർ ദേവനാരായണൻ, ധ്രുവം, മന്നാടിയാർ. പാലക്കാട്ട് മാത്രമൊക്കെയുള്ള വകുപ്പാണ് ഈ മന്നാടിയാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം SN സ്വാമി CBI ഡയറക്ടർ ആദ്യം എഴുതിയില്ലേ, ആദ്യം എഴുതി കഴിഞ്ഞപ്പോൾ അതിൽ നായകന്റെ പേര് അലി ഇമ്രാൻ നായർ. മമ്മൂട്ടിയാണ് അങ്ങോട്ട് നിർദ്ദേശിച്ചത് സേതുരാമയ്യർ നമുക്ക് പേരിടാം എന്ന് പറഞ്ഞത്. അപ്പോൾ പൊതുവെ മമ്മൂട്ടി തന്നെ ഇങ്ങനെ ഒരു സവർണ ഈ ഹിന്ദു ഇതിലാണ് ഈ മലയാള സിനിമയിൽ തന്നെ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത്. എങ്കിൽ പിന്നെ അത് തന്നെയായ മോഹൻലാൽ ഇത് മമ്മൂട്ടിയെ വിളിച്ചപ്പോൾ മോഹൻലാലിനെ മമ്മൂട്ടി തന്നെ നിർദ്ദേശിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ മോഹൻലാൽ ശരിക്കും ഹിന്ദുത്വയുടെയൊക്കെ കൂടെ പ്രതിനിധിയൊക്കെ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു തോന്നല്. ഒന്നാമത് ഈ ഇസ്ലാമിൻ്റെ കൂടെയും ഇസ്ലാമിക തീവ്രവാദികളുടെ കൂടെയും മദനിയുടെ കൂടെയൊക്കെ നടന്നിട്ട് പലപ്പോഴും പൊളിഞ്ഞു പോയിട്ടുണ്ട്. മുമ്പൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മദനിയും കൊണ്ട് നടന്നിട്ട് പൊട്ടിപ്പാളിസായിപ്പോയി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലേ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കൂടെ നടന്നു. അവിടെ നിന്ന് എന്തായാലും വലിയ ഒരു വേരിയേഷൻ, വലിയ മാറ്റം. കാരണം മധുര പാർട്ടി കോൺഗ്രസിൽ വെച്ചിട്ട് BJP സവർണ കക്ഷി അല്ല എന്നുള്ള തീരുമാനത്തിലെത്തിയില്ലേ. അല്ല, ഈ ഫാസിസ്റ്റ് കക്ഷിയല്ല, നവ ഫാസിസ്റ്റ് കക്ഷി എന്നുള്ള ഭേദഗതി ചെയ്തു. എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടമാക്കുന്ന പാർട്ടി ഭേദഗതി. ഫാസിസ്റ്റ് അല്ല, ഫാസിസ്റ്റ് പ്രവണത കാണിക്കുന്ന പാർട്ടി എന്ന നിലക്ക് അതിനെ കാണണം. അതെ, വെള്ളം ചേർത്തു. അതെ, അതുവരെയുള്ള തീരുമാനത്തിൽ വെള്ളം ചേർത്തു. എന്താന്ന് വെച്ചാൽ കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കാത്തത് ഇവിടുത്തെ ഹിന്ദു പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ്. ഇത് ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് BJP ഇവിടെ രക്ഷപ്പെട്ടില്ല. ഇതിൽ മോഹൻലാൽ വന്നിരുന്നു എന്നുള്ളത് മാത്രമല്ല, മോഹൻലാൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചോദിച്ചില്ല, ഇങ്ങനത്തെ കുറെ ആളുകൾ പറയുന്നുണ്ട്. മോഹൻലാലിനെ ഉദ്ദേശിച്ച് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ ആ ലക്ഷ്യം ഇതിൻ്റെ അകത്ത് പ്രകടമാണ്. 2 ഉത്തരങ്ങളിൽ ഇത് കാണാം. പിണറായി വിജയൻ്റെ അദ്ദേഹം പറയുന്നുണ്ട് ചെറുപ്പകാലത്ത് മഹാഭാരതവും ഭാഗവതവും രാമായണവും ഒക്കെ വായിച്ച് നിരന്തരം കേട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശോഭിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഭാവമാറ്റം. എപ്പോഴും ഞാൻ ഒരുപോലെയാണ് കാണുന്നത്, അങ്ങേ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്, അങ്ങ് ഇതുപോലെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നിർഗുണ പരബ്രഹ്മം എന്ന് പറയും. മോഹൻലാൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഒരുപോലെ കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ
പിണറായി വിജയൻ പറഞ്ഞു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്യാസത്തിനോട് ഉം. കൂടുതൽ ഒരു താല്പര്യവും അടുപ്പവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ 2 ഹിന്ദുത്വ ഇതിൻ്റെ അകത്ത് സംഭവിച്ചു. മറ്റേ ഭാഗവതം, രാമായണം, രാമായണം, മഹാഭാരതം തുടങ്ങിയ സാധനങ്ങൾ ഇതൊക്കെ വായിച്ചു വന്നൊരു പാരമ്പര്യമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അല്ലാതെ മാർക്സിസ്റ്റ് പാരമ്പര്യത്തിലല്ല അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. രണ്ടാമത്തതാണ് ഈ സന്യാസം. എന്താന്ന് വെച്ചാൽ സ്വാമി ആഗമാനന്ദയുടെ ആലുവയിലെ ആശ്രമത്തിൽ പി ഗോവിന്ദപിള്ള, MN വിജയൻ, നമ്മുടെ വെളിയം ഭാർഗവൻ ഇല്ലേ, അങ്ങനെ കുറേ ആളുകളൊക്കെ പോയി സന്യസിച്ചിരുന്നു ആദ്യകാലത്ത്. പിന്നെയാണ് അവർ മാർക്സിസ്റ്റുകളൊക്കെ ആയിട്ട് മാറുന്നത്. ഈ കാലത്തായിരുന്നു ആഗമാനന്ദയുടെ ആശ്രമമെങ്കിൽ തീർച്ചയായിട്ടും സന്യസിക്കുമായിരുന്നു എന്നാണല്ലോ ഈ പിണറായി വിജയൻ പറഞ്ഞതിന്റെ താല്പര്യം. എന്നാൽ അല്ല, പിന്നെ സന്യാസത്തിന് ഒരു വേറൊരു ആംഗിൾ ഉണ്ടല്ലോ. അതായത് ഒരുതരം ഈ നിർമ്മമത്വം, സ്വാർത്ഥതയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു മാനസികാവസ്ഥ, അതൊക്കെ ഭരണാധിപന് ഉണ്ടാകുന്നത് നല്ലതാണെന്നും വേണമെങ്കിൽ പറയാമല്ലോ. പണ്ട് എനിക്കൊന്ന് പ്ലേറ്റോ ഒക്കെയാണെന്ന് തോന്നുന്നു. ഫിലോസഫർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീതയുടെ അച്ഛൻ ജനക മഹാരാജാവ് ഉണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ മറ്റേ മൊത്തം ഋഷി തുല്യനായ മഹാരാജാവായിരുന്നു ജനകൻ. ഇത് മുഴുവൻ കാരണം ഒരു നിർണായക ഘട്ടത്തിൽ പിള്ളേരൊക്കെ പോകുമ്പോഴൊക്കെ അയോധ്യ കത്തിയെരിഞ്ഞാൽ തന്നെ എനിക്കെന്ത് എന്ന് നിർമ്മമത്വം പ്രകടമാക്കുന്നുണ്ട് ജനക മഹാരാജാവ്. ആ ലെവലില് പിണറായി വിജയൻ എത്തിയെന്നല്ലേ പേഴ്സൺ പറയുന്ന. അല്ല, കേരളം കത്തിയെരിഞ്ഞാൽ തന്നെ എനിക്കെന്ത് എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ നമ്മളത് അങ്ങനെ വ്യാഖ്യാനിച്ചാൽ നമ്മൾ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്ന സാധനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് സ്വാർത്ഥ താല്പര്യത്താൽ നയിക്കപ്പെടുന്നതായിട്ടുള്ളൊരു ഭരണാധികാരി അല്ലാതെ ഇരിക്കാൻ കാരണം എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു സന്യാസിയാണ് അല്ലെങ്കിൽ സന്യാസത്തിൻ്റെ ഒരു സാധ്യത ലഭ്യമായിരുന്നു എന്നാണ്. അത് ഈ ആശ്രമവാസം കൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല. അക്കാലത്തെ ജീവിത രീതികളും ഒക്കെ പ്രധാനപ്പെട്ടതാണല്ലോ. വേറൊരു കാര്യം പറയുന്നുണ്ട് അതിനകത്ത്. വളരെ ചെറുപ്പത്തിലെ അദ്ദേഹത്തെ വീട്ടുകാർ ബീഡി തെറുക്കാനും കെട്ടാനും ഒക്കെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അന്നത്തെ കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ചില സെൻസേഷൻസ് അതിലൂടെ വരുന്നുണ്ട്. ഈ സംഗതികൾ പിണറായി വിജയൻ മന്ത്രിയായിരുന്നപ്പോൾ, ആദ്യം മന്ത്രിയായപ്പോൾ മലയാള മനോരമയിൽ അനുഭവങ്ങളുടെ മൂലധനം എന്ന് പറഞ്ഞിട്ടൊരു പരമ്പര ഉണ്ടായിരുന്നു. പിണറായി വിജയനെ ഞാനന്ന് അഭിമുഖം ചെയ്തു. ആ അഭിമുഖത്തിലാണ് ഈ പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ദാരിദ്ര്യം, പീഡനം, ജയിലിലെ പീഡനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് വരുന്നത്. ഈ അമ്മാവൻ്റെ കൂടെ മൈസൂരില് ബേക്കറിയില് ജോലി ചെയ്യാൻ പോകുന്നതും അത്തരം കാര്യങ്ങളൊക്കെ, ആ ഭാഗങ്ങളൊക്കെ അത് നമ്മുടെയൊക്കെ മലയാളികളുടെയൊക്കെ ഒരു കാലത്ത് എല്ലാവരുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ. പിന്നെയല്ലേ രക്ഷപ്പെട്ടു പോരുന്നതും ഒക്കെ. ശരിയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ ഇൻ്റർവ്യൂ തയ്യാറാക്കി അത് വിതരണം ചെയ്തപ്പോൾ ധന്യ പറഞ്ഞതുപോലെ അതിപ്പോൾ വൈറലാണ് എന്നൊക്കെ നമ്മൾ കണക്കാക്കുന്ന സമയത്ത് CPM ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നാണ്. കാരണം സ്ത്രീകളുടെ ഇടയിലൊക്കെ പിണറായി വിജയൻ്റെ ഒരു നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു മുട്ടാളൻ എന്നുള്ളതാണ്. അത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ കുറേയൊക്കെ ഇല്ലാതാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഉദ്ദേശം അതൊക്കെ തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ അത്തരത്തിൽ ആർദ്രത നിറഞ്ഞ ചില ഭാവങ്ങൾ കൂടിയൊക്കെ ഉള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നത്. മറ്റേ നമ്മൾ നേരത്തെ ഇവൻ്റെ തിരുവാതിര കളി പോലെയല്ലേ അത്. കാരണം അതൊക്കെ ഉണ്ടാക്കിയത് ഭയങ്കരമായ നെഗറ്റീവ് ഇമ്പാക്റ്റുകളായിരുന്നു. ധന്യക്ക് എങ്ങനെയാ ഇയാൾ മുട്ടാളനാണെന്നുള്ള തോന്നലുണ്ടായിരുന്നോ ഈ അഭിമുഖം കണ്ടപ്പോൾ മാറിയോ? നേരത്തെ അങ്ങനെ ആയിരുന്നു സാർ. പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ഈ ധാർഷ്ട്യ അഹങ്കാരമൊക്കെ ഉള്ള ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് തോന്നിയത്. പക്ഷെ ഇന്റർവ്യൂ ചോദിക്കുന്ന ചോദ്യങ്ങളും പറയുന്ന കാര്യങ്ങളും കേട്ടപ്പോൾ എന്തോ പിണറായി വിജയനോട് ഇപ്പോൾ വല്ലാത്തൊരു സ്നേഹം തോന്നുന്നു. പ്രത്യേകിച്ച് ആ ലോക്കപ്പിൽ കിട്ടിയ അടിയും മർദ്ദനത്തെ കുറിച്ചും ഒക്കെ കൃത്യമായി പറയുമ്പോൾ ചോരയുള്ള ഷർട്ട് കുറെ നാൾ കയ്യിലുണ്ടായിരുന്നു. അത് നിയമസഭയിൽ കൊണ്ടുവന്ന് കാണിച്ചതാണത്. അത് പിന്നെ ഈ പറഞ്ഞ നേരെ സൂക്ഷിച്ചൊക്കെ വെക്കേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് എന്റെ അമ്മയും ആ ഇന്റർവ്യൂ കണ്ടിട്ട് 60-65 വയസ്സായ എന്റെ അമ്മയും പറയുന്നത് ഇത്രയും അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. അപ്പൊ ആ പ്രായമായവരൊക്കെ ഇത് കണ്ടിട്ട് ആ ഒരു തരത്തിലേക്ക് പോകുമ്പോൾ ഇന്റർവ്യൂ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് കുറെയൊക്കെ ആ രീതിയിലേക്ക് ഇതിന്റെ ഈ രാമേന്ദ്രൻ സൂചിപ്പിച്ച രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് പ്രധാനപ്പെട്ടതാണ്.
കാരണം കേരളത്തിൽ അതിൻ്റെ സാധ്യതകളാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടനുമായി ചുറ്റിപ്പറ്റി നമ്മുടെ സമൂഹത്തിൽ പടർന്നു നിൽക്കുന്നത്. അതായത് ഈ ഇതിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം, ഈ ഇന്ത്യയിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഈ മതേതര രാഷ്ട്രീയം എന്ന് പറഞ്ഞ നെഹ്റു കൊണ്ട് നടന്നിരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് പോയി, അത് ഇല്ലാതായിപ്പോയി. പിന്നെ രണ്ടെണ്ണം ഉള്ളത് ഹിന്ദു രാഷ്ട്രീയവും 2 ഇസ്ലാമിക രാഷ്ട്രീയവും. ഇതാണ്. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറിയിട്ട് കുറേ നാളായി. ഈ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയ ആളുകൾ ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കേരളത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമി എന്നും പറഞ്ഞിട്ട് ഇവർ കൊള്ളാവുന്ന ആളുകളാന്ന് പറഞ്ഞിട്ട് നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ VD സതീശൻ. അപ്പോൾ UDF എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കടന്നു കൂടുകയാണെങ്കിൽ അത് ഇസ്ലാമിക രാഷ്ട്രീയമാണ് വരുന്നത് എന്ന് പേടിക്കുന്ന ഹിന്ദുക്കൾക്ക് പിണറായി വിജയന് വോട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ അഭിമുഖത്തിൻ്റെ സന്ദേശം. കാരണം കോൺഗ്രസ് വന്നാൽ വരാൻ പോകുന്നത്, അത് പല ആളുകളും പറയുന്നുണ്ടല്ലോ, ഭരിക്കുന്നത് പിന്നെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ലീഗിന് കൂടുതൽ സ്വാധീനം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ UDFനെതിരെ അങ്ങനെ ഒരു കാലാവസ്ഥ ഇവർ തന്നെ കെട്ടിപ്പൊക്കുന്നുണ്ട് CPM ജമാഅത്തെ ഇസ്ലാമി ബന്ധം വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കൾ എന്ന് പറഞ്ഞു വെക്കാൻ കൂടി ഹിന്ദു വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ചു പെട്ടിയിൽ വരണം എന്നുള്ള ആഗ്രഹം കൂടി, അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി അഭിമുഖത്തിൻ്റെ പിന്നിലുണ്ട്. അല്ല, എനിക്ക് ഒരു പ്രശ്നം ഇതിനകത്ത് തോന്നണേ, ഈ നമ്മുടെ വർഗരാഷ്ട്രീയമാണല്ലോ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാറി ജാതി രാഷ്ട്രീയം വരുമ്പോൾ അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിക്കേണ്ടതാണ്. കാരണം ഒരു കാലത്ത് ഇന്ത്യ ഭരിക്കും എന്ന് കരുതപ്പെട്ട ഒരു കാലാവസ്ഥ തെലുങ്കാന പ്രദേശങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ പോയില്ലേ. അതുപോലെ ബോംബെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബെയെ നിശ്ചലമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ തൊഴിലാളി യൂണിയനായിരുന്നു ശരിക്കും കമ്മ്യൂണിസ്റ്റ് യൂണിയൻ. അത് പോയി. സുഭാഷ് നേലിയൊക്കെ ജയിച്ച സ്ഥലത്ത് ഇപ്പോൾ 10 വോട്ട് കിട്ടും. അപ്പോൾ ഈ ജാതി രാഷ്ട്രീയത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പാർട്ടിയുടെ ഗവേഷണശാലയിലുണ്ട്. അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് കൂടിയായിട്ട് ഇതിനെ കണ്ടുകൂടി എന്തായാലും. അത് പലപ്പോഴും പാളിപ്പോകുന്നുണ്ടായിരുന്നു. കാരണം പാളിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ EMS ഉള്ള കാലത്ത് സൈദ്ധാന്തികൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എപ്പോഴും ഈ പാർട്ടിയെ ഈ ഹിന്ദുത്വ കൂടാരത്തിൽ തന്നെ പിടിച്ചിടുമായിരുന്നു. അങ്ങനെയാണ് BJPക്ക് ഇവിടെ ക്ലച്ച് പിടിക്കാതെ പോയത്. കാരണം എപ്പോഴും മറ്റേതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം മറ്റേ ശരീരത്തൊക്കെ പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന മറ്റേ അഖിലേന്ത്യാ ലീഗിനെ എടുത്ത് പുറത്തു കളയുകയൊക്കെ ചെയ്തില്ലേ. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് ഇതിൻ്റെ അകത്ത് എപ്പോഴും സമാഹരിച്ച് ഇടണം, ഇത് ഹിന്ദു പാർട്ടിയാണെന്നുള്ള ബോധം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് പിന്നീട് പാർട്ടി തീരുമാനിച്ച് കേന്ദ്ര കമ്മിറ്റിയൊക്കെ തീരുമാനിച്ച് നമ്മൾ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പാളിപ്പോയ കുറേ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പരിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇല്ലേ, ഒറ്റ സീറ്റും കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് ഇല്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ എന്ന് ഹിന്ദുക്കളോട്, BJPക്കാരോടും RSSകാരോടും. ഇനി മറ്റേ മുസ്ലിം പാളയത്തിലുള്ള UDFനല്ല വോട്ട് ചെയ്യേണ്ടതെന്ന് മറ്റേ ഹിന്ദു മനസ്സുള്ള RSSകാർക്കും ഒക്കെ BJPക്കാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഹിന്ദു മന്ത്രിമാരുണ്ടായിരുന്ന ഒരു മന്ത്രിസഭയാണ് ഈ കഴിഞ്ഞത്, ചരിത്രത്തിലെ തന്നെ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഹിന്ദുക്കൾ ഇത്തവണ ഞങ്ങളുടെ കൂടെ നിന്ന് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന കോൺഗ്രസിനെ തോൽപ്പിക്കണം എന്ന ഈ മൃദുത്വം ആർന്ന ഒരു ആഹ്വാനമാണ് ഈ അഭിമുഖത്തിൽ കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയം. മറ്റേത് അതുകൊണ്ട് ഈ ഭാഗവതം, രാമായണം, സന്യാസം ഇതെല്ലാം കയറി പിടിച്ചിട്ടുണ്ടല്ലോ, പിടിക്കേണ്ട മനസ്സുകളിലൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്. ഇത് വോട്ടായി മാറുമോ എന്നുള്ളത് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.